നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി ഒരു കാര്യം ചെയ്യാം. ഈ 1 കോടി കൊണ്ടുപോയി ബാങ്കിലിട്ടിട്ട് ആ പലിശ എടുത്ത് ഇതിന്റെ പലിശ കൊടുക്കാം. അടിപൊളി ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇതൊരുമാതിരി കള്ളു കുടിച്ച കൊരങ്ങിനെ തേള് കുത്തിന്ന് പറയുന്നത് പോലെ ആയിപ്പോ. അടിപൊളി. നീ ആഘോഷിക്കണ്ട. എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ ചന്ദ്രഹാസം ഇളക്കിയാലും ജയശങ്കർ ക്ലിനിക്ക് തുടങ്ങുക തന്നെ ചെയ്യും. അക്ഷര നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. അക്ഷര നീ ഇതെങ്ങോട്ടാ? എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക്. എന്റെ സമ്മതത്തോടെ നീ എവിടേക്കും പോവില്ല. ഡാഡിയുടെ സമ്മതം ഈ കാര്യത്തിൽ എനിക്ക് വേണ്ട. നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. സാറ് തെറ്റിദ്ധരിക്കണ്ട. അല്ലെങ്കിലും സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകാനിരുന്നത് ഞങ്ങള്. അക്ഷരയുടെ മനസ്സൊന്ന് തണുക്കട്ടെ, അതിനൊരു മാറ്റം ആവശ്യമാണ്. അത് കൊള്ളാം. ഊന്നുവടി ഡാഡിയെ തനിച്ചാക്കിയിട്ട് മോള് പോവാണല്ലേ? ആ, നടക്കട്ടെ. ആര് നിന്നാലും ആര് പോയാലും ഞാൻ ക്ലിനിക്ക് തുടങ്ങുക തന്നെ ചെയ്യും. അതും സ്വാമി കൊണ്ടുവന്ന ഈ പണം വെച്ച്. ഡാഡി തുടങ്ങ്. പക്ഷെ ആ കെട്ടിടത്തിന് എന്റെ പേരിടരുത്. എന്ത് പേരിടണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എന്നാ പിന്നെ സീതാലക്ഷ്മിയുടെ പേരിടാം. നല്ലല്ലേ അത്? ആരുടെ ഉപദേശം വേണ്ട. കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. എന്തിനാ ഇവിടെ നാണം കെട്ട് നിൽക്കുന്നേ? വന്നേ, വരാൻ. സാറ് വിഷമിക്കണ്ട. അക്ഷര മേഡം പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അങ്ങോട്ട് പോയതാ. എനിക്കെന്ത് വിഷമം സ്വാമി? താൻ പോരുമ കാണിച്ചു പോകുന്നവരങ്ങോട്ട് പോട്ടെ. എവിടെ വരെ പോകുമെന്നറിയാമല്ലോ. ഏറിയാൽ സാമ്പ്രാണിക്കൊടി വരെ. ഇത്രയും കാലം ഡാഡിയുടെ ചെലവിൽ ലക്ഷറി ലൈഫ് നയിച്ചാൽ ഇനി അങ്ങോട്ട് അധ്വാനിക്കട്ടെ. കേട്ടിട്ടില്ലേ സ്വാമി, കടലിൽ മാത്രമേ തിരയുള്ളൂ. കടലിൽ നിന്ന് കോരിയ വെള്ളത്തിന് അതുപോലെ തിരയുണ്ടാവില്ലെന്ന്. അക്ഷര ഇനി തൊഴിലുറപ്പിന് പോവായിരിക്കും. നിനക്കും പോകാവുന്നതാണ്. ഈ ചമഞ്ഞൊരുങ്ങി തെക്ക് വടക്ക് നടക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യാവല്ലോ. അതിനെ ഞാൻ നിങ്ങളുടെ ചെലവില് 1 അരിമണി പോലും കൊത്തി വിഴുങ്ങുന്നില്ല. എന്റെ മകനാ എന്റെ കാര്യങ്ങൾ നോക്കുന്നേ. ആ, മയക്കമരുന്ന് വിറ്റും കള്ളക്കടന്ന് നടത്തി ഉണ്ടാക്കുന്ന കാശല്ലേ? ആണെങ്കിൽ എന്താ? നിങ്ങളെപ്പോലെ ആളെ കൊന്നും ചങ്കും കരടും പറിച്ചു വിറ്റും ഉണ്ടാക്കുന്ന പച്ച ചോരയുടെ മണമുള്ള കാശല്ല. എന്റെ പൊന്നു മേഡം ഒന്നും മിണ്ടാതിരിക്കും. സ്വാമി പട്ടി, നീ ആരാടാ എന്നോട് കൽപ്പിക്കാൻ? യജമാന സ്നേഹം കാണിക്കാൻ നീയേ ഇങ്ങേരുടെ അടുത്ത് വാലാട്ടി നിന്നാ മതി. ആ ധൈര്യം വെച്ച് എന്റെ നേരെ കുരച്ചോണ്ട് വരണ്ട. കാഞ്ചനെ, എന്താ പൊള്ളിയോ? വെറുതെ അലറണ്ട. ഇവനെ എന്റെ വിശാൽ മോനെ നോക്കി വെച്ചിരിക്ക. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നാഗർകോവിലിൽ നിന്ന് കൊലയാളി സംഘത്തെ കൊണ്ടുവന്നത് ഇവനല്ലേ? എന്താ 2 അണ്ണാക്കിലെ പിരിവെട്ടിയോ? ആർക്കും ഒന്നും അറിയില്ല എന്നാണോ കരുതിയേ? അന്ന് 2 പേരും കൂടി മുറ്റത്ത് നിന്ന് നാഗർകോവിൽ ഡീലിന്റെ കാര്യം അടക്കം പറഞ്ഞതേ ഞാൻ കേട്ടതാ. അന്ന് ഞാൻ ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? നാഗർകോവിലിൽ നിന്ന് 1 ലോഡ് പൂക്കൾ ഇറക്കുന്ന കാര്യം. ഉടനെ തന്നെ അത് വേണ്ടിവരും. അല്ലെങ്കിൽ 1 ലോഡ് പൂക്കൾ വിശാൽ ഇറക്കിക്കോളും. ഏതെങ്കിലും ചെറു കണ്ടെത്തിന്ന് സ്വാമിയെ മാന്തി എടുക്കുമ്പോ പൂക്കൾ കൊണ്ട് മൂടാൻ. മരണത്തോർത്ത് ഭയക്കുന്നവനല്ല മേഡം സ്വാമി. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ധൈര്യം. മരിക്കാൻ എന്തിനാ സ്വാമി ധൈര്യം? ജീവിക്കാനാ ധൈര്യം വേണ്ടത്. എന്തായാലും കരുതിയിരുന്നോ. കാത് കൂർപ്പിച്ചാൽ സ്വാമിക്കുള്ള കത്തിരാകുന്നതിന്റെ ഒച്ച കേൾക്കാം. സാർ ഇതൊന്നും കേട്ട് പതറണ്ട. സ്വച്ഛന്തം വൃത്യ സാറേ സ്വാമി. ഞാൻ ആഗ്രഹിക്കുമ്പോഴേ മരണം എന്നെ തേടിയെത്തും. ഞാൻ ഇനി എന്തു ചെയ്യണം സാർ അത് പറയും.
നമുക്ക് ഇങ്ങനെ ഫ്രീസായി നിൽക്കാൻ ആവത്തില്ലല്ലോ സാറേ. ഞാൻ പറഞ്ഞില്ലേ സ്വാമി, പണം സ്വാമി സൂക്ഷിച്ചാൽ മതി. പിന്നെ നല്ലൊരു ബിൽഡിംഗ് നോക്ക്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വേഗത്തിലാക്കാം. സ്വാമി ചെല്ല്. ശരി സാർ. എന്റെ പൊന്ന് പാർവതി, അമ്മ ഇതുവരെ റെഡിയായില്ലേ? ഒന്ന് വേഗം ഇറങ്ങാൻ പറ. ധൃതി വെക്കാതെ മനോഹരേട്ട, അമ്മ ഇപ്പൊ വരും. അല്ല, വില്ലേജ് ഓഫീസിൽ പോയി എന്ത് പരാതിയാ കൊടുക്കുന്നേ? പരാതിയല്ല അമ്മേ, ഒരു അക്നോളജ്മെന്റ് കൊടുക്കുക. നമ്മുടെ ആധാരം നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ആധാരം മോഷണം പോയി എന്നുള്ള പോലീസ് എഫ്ഐആറും കൂടി ചേർത്ത് അത് കൊടുത്തു കഴിഞ്ഞാല് ആധാരത്തിന്റെ പകർപ്പെടുക്കാൻ അത് എളുപ്പമാവും. ആ, അതൊന്ന് വേഗം കിട്ടിയിരുന്നെങ്കിൽ അമ്മയുടെ ആദ്യം ഇത്തിരി കുറഞ്ഞേനെ. കുറച്ച് ആദ്യം കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. സോമൻ ചിറ്റപ്പന്റെ ദിവ്യശക്തി കണ്ട് കണ്ണ് മഞ്ഞളച്ച് നിൽക്കുമല്ലായിരുന്നു ഇത്രയും കാലം. നീ ഒന്നും ഒട്ടും പുറകിലല്ലായിരുന്നല്ലോ. ശംഖ് കറക്കുന്നത് നോക്കി വായും പൊളിച്ച് നിൽക്കുമല്ലായിരുന്നു. എന്തിനാച്ചാ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നേ? അല്ല മനോഹര, നമ്മളിപ്പോ വില്ലേജിൽ ചെന്ന് നീ പറഞ്ഞ പേപ്പർ കൊടുത്താലുടൻ നമുക്ക് പുതിയ ആധാരം കിട്ടുമോ? പുതിയ ആധാരം മാത്രമല്ല, 1.5 ഏക്കർ പുരയിടം കൂടെ അവര് പതിച്ചു തരും അമ്മയുടെ പേരിൽ. ഒന്ന് ചുമ്മാതിരിക്കമ്മേ. സ്ഥലത്തിന്റെ ഉടമ എന്ന നിലയിൽ ചിലപ്പോൾ അമ്മയുടെ ഒപ്പും വിരലടയാളം വേണ്ടി വരും. അതിനെ അമ്മയും കൊണ്ട് പോകുന്നേ. വില്ലേജ് ഓഫീസിൽ മിണ്ടാതെ എൻ്റെ കൂടെ നിന്നോണം. അല്ലാതെ വില്ലേജ് ഓഫീസറെ ചട്ടം പിടിപ്പിക്കാൻ നിന്നേക്കരുത്. പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ ഒന്നിനുമില്ലേ. ഞാൻ എൻ്റെ കൊച്ചിനോടൊന്ന് പറഞ്ഞിട്ട് വരട്ടെ. അവളും അറിഞ്ഞിരിക്കണമല്ലോ അച്ഛൻ എങ്ങോട്ടാ പോകുന്നതെന്നും എന്താ ചെയ്യുന്നതെന്നും. എവിടെയോ ചിതറിയോ പൈതലേ നീ പൊഴിയും കനവു ചിരികൾ, താതനുള്ളിൽ പുകയും കനലു തരികൾ. ദൂരെ ദൂരെ നോവിൻ